മക്കളെ, ഞാൻ ഇനി ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന 2 പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗ്രാഫ് ഓഫ്, അത് ഞാൻ വിട്ടുപോയതാണ്, ഗ്രാഫ് ഓഫ് ln ഓഫ് എക്സ് കേട്ടോ. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ്. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്, ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഈ ഫംഗ്ഷന് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്, ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ചെയ്യുക? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സോ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്? ടാൻ എക്സ് ഡി എക്സ് എന്താവും കുട്ടികളെ? ഇൻ്റഗ്രൽ, you just substitute sin x by cos x in the place of tan x. So what will happen to the integral? Integral sin x divided by cos x dx. Again നമുക്കറിയാം, ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം we need substitution for evaluating the integral. Okay, so നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? അതും ഒരു ഇൻറ്റ്യൂഷൻ ആണല്ലേ. അത് നമുക്ക് ഒരു എങ്ങനെ വരുന്നു? ഇപ്പോൾ സൈൻ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രയാസമാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ താഴെയുള്ള ആൾക്ക് കൊടുക്കാം. എന്ത് കൊടുക്കാം? യു ഈസ് ഈക്വൽ ടു, പുട്ട് യു ഈസ് ഈക്വൽ ടു കോസ് എക്സ് അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്താ വരിക? ഡി യു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഫോർമുല തന്നത്, അതൊന്ന് നോക്കണം കേട്ടോ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് അല്ലേ. അപ്പോൾ സൈൻ എക്സ് ഡി എക്സിന് പകരം എന്ത് കൊടുക്കാം? ഇൻ്റഗ്രലിലെ ഇൻ്റഗ്രൽ ടാൻ എക്സിൽ സൈൻ എക്സ് ഡി എക്സിന് പകരം ഇതിലോട്ട് വരുന്ന സമയത്ത് എന്താ വരുന്നത്? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി യു ഡിവൈഡഡ് ബൈ യു. Is it clear? So what is the integral of this? What is the integral of this? Minus ln of u, ln of mod u plus c. You then substitute what is your u here? Cos x. Minus ln of mod cos x plus c. This mod is very important because this function is defined for positive differentiable functions. X is greater than 0 എന്ന് പറയുന്ന രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾക്കറിയാം. മൈനസ്, അപ്പോൾ എന്താ വരുന്നത്? മൈനസ് ഓഫ് ലോഗ് കോസ് എക്സ് പ്ലസ് സി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൈനസ് ഓഫ് ലോഗ് കോസ് എക്സ് പ്ലസ് സിയെ മാറ്റാം അല്ലേ. ലോഗ് എ ബൈ ബി എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് മാറാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എ മൈനസ് ലോഗ് ബി ആണ് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റാം. ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് ln ഓഫ് 1 ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ln ഓഫ് 1 ബൈ മോഡ് കോസ് എക്സ്. മോഡ് വിട്ടു പോരുത് കേട്ടോ, ഞാൻ തന്നെ വിട്ടു പോകുന്നു. പ്ലസ് സി. This is what 1 by cos x is what? Sec x. So ln of mod sec x plus c. So this is the integral of integral of tan x. Okay, I think the idea is clear to you. Now we are moving to our next problem. dy by derivative calculate here. Y is equal to tan theta into root of 1 plus 2 theta. So how you evaluate this? സാധാരണ രീതിയിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഇതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ലോഗരിതം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്, ഇതും ഇതിനെ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ ഇനി കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് വരുമ്പോൾ വി യൂസ് നാച്ചുറൽ ലോഗരിതം അല്ലെങ്കിൽ ലോഗരിതം ഫോർ ഫൈൻഡിങ് ദി ഡെറിവേറ്റീവ്. ഓക്കെ, സോ ഹൗ വി ഇവാലുവേറ്റ് ദി ഡെറിവേറ്റീവ് ബൈ യൂസിങ് ലോഗരിതം. Okay, so to find the derivative of this function, you just take natural logarithm on both sides of this equation. So ln of y is equal to, and then use the properties of natural logarithm. ln of y is equal to ln of tan theta into square root of 1 plus 2 theta. Okay, then you apply the properties of logarithm. What is the property? Log a into b in the log a into b is equal to log a plus log b. ഒരിക്കലും പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതരുത് കേട്ടോ. log a into log b എന്നൊന്നും എഴുതി പോരുത്. പരീക്ഷാ പേപ്പറിൽ തെറ്റ് വരുത്തുന്ന കണ്ടിട്ടാണ് ഈ പറയുന്നത്. log tan theta
plus log, what is the next function? Square root of 1 plus 2 theta. Okay, log A plus log B. Okay, then you can use this is equal to log tan theta. You just put same ln of tan theta. Then you can use power rule here. അപ്പോൾ ആദ്യം എല്ലാത്തിനെയും റൂൾസ് ഉപയോഗിച്ച് മാറ്റിയിട്ട് ഇതെന്താ 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ 1 പ്ലസ് 2 തീറ്റ ഹോൾ റേസ് ടു 1/2. റൂട്ടിന് 1/2 എന്ന് പറയാമല്ലോ. അപ്പോൾ പവർ റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതെന്തായിട്ട് മാറും 1/2 ln ഓഫ് 1 പ്ലസ് 2 തീറ്റ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ധൈര്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ വന്നാൽ ലോഗ് വൈ അല്ലേ. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് തീറ്റയ്ക്ക് വിത്ത് റെസ്പെക്ട് ആണ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണേ. അപ്പോൾ എന്ത് വരും 1/y dy d തീറ്റ. ആ യുവിൻ്റെ കേസിൽ നമ്മൾ ചെയ്ത പോലെ 1/y dy d തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും ലോഗ് ടാൻ തീറ്റ എന്താ 1 ടാൻ തീറ്റ ഇൻറ്റു d തീറ്റ ഓഫ് ടാൻ തീറ്റ. d തീറ്റ ഓഫ് ടാൻ തീറ്റ എന്താണെന്ന് അറിയാം, ടേബിളൊക്കെ നോക്കുക കേട്ടോ. d തീറ്റ ഓഫ് ടാൻ തീറ്റ പ്ലസ് 1/2, ഇവിടെ ഒരു ടേം കൂടി ഉണ്ട് 1/2 എന്താ വരിക, ഇതിൻ്റെ എന്താ വരിക, അഗെയിൻ ഫംഗ്ഷൻ ഓഫ് ചെയിൻ റൂൾ തന്നെയാണ്. 1/2 ഇൻറ്റു 1 പ്ലസ് 2 തീറ്റ ഇൻറ്റു d തീറ്റ ഓഫ് 1 പ്ലസ് 2 തീറ്റ. 1 പ്ലസ് 2 തീറ്റ. ഓക്കെ, ഇത് ക്ലിയർ? സോ എന്ത് വരുന്നു, നമുക്ക് എന്ത് വരുന്നു, എവിടുന്ന വന്ന് ഇവിടുന്ന് 1 ടാൻ തീറ്റ ഇൻറ്റു വാട്ട് ഈസ് d തീറ്റ ഓഫ് ടാൻ തീറ്റ, sec squared theta plus what is the remaining term? 1/2 into 1 plus 2 theta into derivative of 1 plus 2 theta is what? 2. Is it clear? So you just cancel this. So what is the terms remains? Sec squared theta divided by tan theta plus 1 plus 2 theta. Okay, so you need to evaluate dy by d theta. ഇവിടെ 1/y dy by d theta ഉള്ളത്. അപ്പോൾ so what is your dy by d theta here? dy by d theta is equal to y into sec squared theta divided by tan theta plus 1/1 plus 2 theta. ഓക്കെ, കംപ്ലീറ്റ് ആയില്ല. ഇനി വൈക്ക് പകരം എന്ത് കൊടുക്കണം, വൈ എന്താ, വൈ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ റൂട്ട് ഓഫ് 1 പ്ലസ് 2 തീറ്റ. ഓക്കെ, വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ദി റിമൈനിങ് ടേം sec squared തീറ്റ ബൈ ടാൻ തീറ്റ പ്ലസ് 1/1 പ്ലസ് 2 തീറ്റ. ഓക്കെ, is the idea clear to you? ടാൻ തീറ്റ ഇൻറ്റു വേണമെങ്കിൽ ഇനി ഇത് ഉള്ളിലോട്ട് എടുക്കുക കേട്ടോ. ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എന്താ വരുന്നത്, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. പിന്നെ എന്താ വരും sec squared തീറ്റ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2 തീറ്റ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വരിക, ഇത് കട്ട് ചെയ്ത് പോകും. ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 2 തീറ്റ അല്ലേ. ഇവിടെ ഇതിന് റൂട്ട് സ്ക്വയർ ആണല്ലോ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ √x ഹോൾ സ്ക്വയർ ആണല്ലോ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. Is it clear to you? Okay.